ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെയും അർച്ചനയുടെയും ജീവിതത്തിലേക്ക് ഇനി ഒരു ഒത്തുചേരൽ ഉണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു അവന്തികയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാജീവിന്റെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരരുത്. എങ്ങനെയും രാജീവിന്റെ നാവ് ബന്ധിക്കണം. അതിനുവേണ്ട കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് അവന്തിക തലപുകഞ്ഞ് ആലോചിക്കുന്നു. അപ്പോഴാണ് രാജീവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, രാജീവിനെ ശ്രദ്ധിക്കുകയോ രാജീവിനെ ശുശ്രൂഷിക്കുകയോ പോലും ചെയ്യാൻ കഴിയാതെ തന്റെ കടമകൾ നിർവഹിക്കാതെ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമായിരുന്നു ശിശിരയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അർച്ചന രാജീവിനെ ദേഹം സ്പോഞ്ച് ബാത്ത് ചെയ്യുന്നതിന് വേണ്ടി വെള്ളം ചൂടാക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ ശോഭ ചോദിച്ചു, മോളെന്തിനാ ഇപ്പൊ വെള്ളം ഇങ്ങനെ ചൂടാക്കിയിരുന്ന്? കാര്യം പറഞ്ഞതും അർച്ചനയോട് ശോഭ ചോദിച്ചു, എന്നാൽ പിന്നെ നടന്നത് തന്നെയാ. ദാ അവിടെ ശിശിരയുണ്ടല്ലോ, അവള് ക്ഷേത്രത്തിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുക. അപ്പൊ പിന്നെ അവൾ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോള് വെറുതെ വെള്ളം ചൂടാക്കിയത് കഷ്ടം എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, ആര് പറഞ്ഞു? ഞാനത് ശിശിരേച്ചിയോട് നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ. ശിശിരേച്ചി അത് ചെയ്യാതെ എന്തായാലും പോകുന്നില്ല. ശിശിരേച്ചി ചെയ്തിട്ട് വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പൊക്കോട്ടെ, അത് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് വേഗം തന്നെ അർച്ചന വെള്ളവുമായിട്ട് ഹാളിലേക്ക് എത്തി. അപ്പോഴേക്കും ശിശിര ക്ഷേത്രത്തിൽ പോകാൻ റെഡിയായി പുറത്തേക്ക് വരുന്ന കണ്ടതും അർച്ചന ചോദിച്ചു, ശിശിരേച്ചി എങ്ങോട്ടാ പോകുന്നത്? രാജീവിനെ ടേബിൾ ബാത്ത് സ്പോഞ്ച് ബാത്ത് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടതും വേഗം തന്നെ ശിശിര പറഞ്ഞു, അതിനെന്താ, ആർക്ക് വേണമെങ്കിലും സ്പോഞ്ച് ബാത്ത് ചെയ്യാമല്ലോ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞാലേ ഒരു ഹോം നേഴ്സിനെ നിർത്താൻ. പക്ഷേ നിങ്ങൾക്കാർക്കും അതിന് പറ്റുന്നില്ലല്ലോ. ഒരു ഹോം നേഴ്സിനെ നിർത്തുവാണെങ്കിൽ പിന്നെ ഇങ്ങനെ അതിന് പിന്നാലെ നടക്കേണ്ട കാര്യമില്ലല്ലോ. അവര് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, ചേച്ചി, ഇത് ഒരു ഭാര്യയുടെ കടമയാണ്. ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ശിശിര പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു ഹോം നേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്കാർക്കും അതിന് പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, എന്തായാലും ചേച്ചി ഇപ്പോൾ ഇത് സ്പോഞ്ച് ബാത്ത് ചെയ്തിട്ട് പോയാൽ മതി. ഇന്നലെയും രാജീവിനെ സ്പോഞ്ച് ബാത്ത് ചെയ്തില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് വേഗം തന്നെ ചേച്ചി ഇത് ചെയ്തിട്ട് ക്ഷേത്രത്തിൽ പോകോ, അതാ നല്ലത് എന്ന് പറഞ്ഞു. ഉടനെ ഇത് കേട്ട് നിന്ന ശിശിര പറഞ്ഞു, ആരോടാ നീ ആജ്ഞാപിക്കുന്നത്? എന്നോടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും എനിക്കിപ്പം ക്ഷേത്രത്തിൽ പോയേ പറ്റൂ. രാജീവേട്ടന് വേണ്ടി കുറെ വഴിപാടുകൾ ഞാൻ നേർന്നിട്ടുണ്ട്. അതെനിക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞ്, നിങ്ങൾ ആരെങ്കിലും അത് ചെയ്തു, ഇനി നിനക്ക് പറ്റില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കേ എന്ന് പറഞ്ഞ് ശിശിര അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അർച്ചനയും ശോഭയും എന്ത് പറയണമെന്നറിയാതെ ആകെ ദേഷ്യത്തിൽ നിന്നു. ശോഭ പറഞ്ഞു, ആ ചൂടുവെള്ളം എടുത്ത് അവളുടെ തലയിലോട്ട് ഒഴിക്കാൻ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് ശോഭ ദേഷ്യപ്പെട്ടങ്ങനെ നിൽക്കുമ്പോഴാണ് ഗോകുൽ അവിടേക്ക് ഇറങ്ങി വന്നത്. എന്താ ഇവിടുത്തെ പ്രശ്നം? എന്തിനാ നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പം, ബഹളം ഉണ്ടാക്കിയത് ഞങ്ങളാരുമല്ല ഗോകുൽ, ശിശിരേച്ചിയാണ്. രാജീവിനെ സ്പോഞ്ച് ബാത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ചേച്ചി ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടതും ഗോകുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ സമൃദ്ധ, ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അവൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ലെന്ന് അറിയത്തില്ലേ? അവൾക്ക് അല്ലെങ്കിലും ജോലി ചെയ്യുന്നതിനോട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ആളാണ്. എന്തായാലും ഇപ്പോഴിപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം എന്താ? രാജുവിനെ സ്പോഞ്ച് ബാത്ത് ചെയ്യണം, അത്രയല്ലല്ലോ. അത് ഞാൻ ചെയ്തോളാം. അത് കേട്ടതും അർച്ചന ഉടനെ അതിശയപ്പെട്ട് ചോദിച്ചു, അല്ല രാജീവേ എന്ന് ചോദിച്ചിട്ടും, എടോ എന്താടോ ഞാൻ ചെയ്യുന്നതോട് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് താൻ വന്നേ എന്ന് പറഞ്ഞ് ആ ചൂടുവെള്ളമായിട്ട് അർച്ചനയും ഗോകുലും കൂടി മുകളിലേക്ക് പോകുന്നത് നോക്കി ശോഭ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരാനായിട്ട് വണ്ടി കാത്തു നിൽക്കുന്ന ശിശിരയ്ക്ക് ലിഫ്റ്റ് കൊടുക്കാനേ അതുവഴി കൃത്യസമയത്ത് അവന്തിക എത്തി. അവന്തിക ശിശിരയെ തന്റെ വണ്ടിയിൽ കയറ്റി പോകുന്നതിനിടയിൽ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാണോ, രാജീവിന് വേണ്ട വഴിപാടുകൾ നടത്താൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെ എന്ന് ശിശിര അറിയിച്ചു. രാജീവേട്ടന് വേണ്ടി വഴിപാടുകൾ കഴിപ്പിക്കാനല്ലേ എനിക്ക് കഴിയും. രാജീവേട്ടനെ എത്രയും വേഗം ആ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം. ഇനി എത്ര നാൾ ആ ബെഡിൽ കിടക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ വളരെ വിഷമത്തോടെയൊക്കെ ശിശിര പറയുമ്പോൾ അത് കേട്ട് നിന്ന് അവന്തിക പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എത്രയും വേഗം തന്നെ രാജീവ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഞാനല്ലേ പറയുന്നത്, പെട്ടെന്ന് തന്നെ രാജുവിന് സുഖമാവും എന്നൊക്കെ അവന്തിക ശിശിരയെ സമാധാനപ്പെടുത്തുന്ന രീതിയിൽ അഭിനയിച്ച് പറയുന്നു. എല്ലാം കേട്ട് ശിശിര സമാധാനപ്പെട്ടിരിക്കുമ്പോൾ അടുത്ത ജംഗ്ഷനിൽ കാണുന്ന അവിടെ ഒരു ഗണപതി കോവിലുണ്ടെന്നും തനിക്ക് അവിടെയും കൂടെ കയറേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ശിശിര അവിടേക്ക് ഇറങ്ങി. അപ്പോഴേക്കും പെട്ടെന്ന് അവന്തിക പറഞ്ഞു, ശിശിര ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് തന്റെ ഡാഷ്ബോർഡിൽ ഇരിക്കുന്ന ആ ഗിഫ്റ്റ് എടുത്ത് ശിശിരയ്ക്ക് നൽകി. ഇത് കഴിഞ്ഞ തവണ വന്നപ്പോൾ തരണമെന്ന് വിചാരിച്ച, പക്ഷെ ഞാൻ മറന്നുപോയി. ദാ ഇത് ശിശിരയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ എന്ന് പറഞ്ഞ് അത് ശിശിര ഏൽപ്പിച്ചു. ഓ കൊള്ളാം, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് ശിശിര സന്തോഷത്തോടെ പോകുന്നത് കണ്ട് അവന്തിക മനസ്സിൽ പറഞ്ഞു, ഇതുപോലെയൊക്കെയുള്ള ചെറിയ ഗിഫ്റ്റുകൾ മതിയടി നിന്നെ എൻ്റെ കയ്യിലാക്കാനായിട്ട്. പിന്നെ അവിടെ ഗൂഗിളിനെതിരെയുള്ള സ്പൈ വർക്ക് നിന്നിലൂടെ ഞാൻ നടപ്പിലാക്കും. അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക സന്തോഷത്തോടെ മടങ്ങി. അപ്പോഴാണ് സച്ചിയും കമലമ്മയും എല്ലാവരും സന്ദീപിനെ കാത്തിരുന്നിട്ടും ഇതുവരെയായിട്ട് മടങ്ങി വരാത്തതിന്റെ വിഷമത്തിൽ ആതിര പറഞ്ഞു, കുറെ നേരമായി ശശിയേട്ടൻ നോക്കിയിരിക്കുന്നു. സന്ദീപ് ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. അവൻ പിണങ്ങിപ്പോയതല്ലേ, അവൻ എല്ലാവരോടും ദേഷ്യമാണല്ലോ എന്ന് ശശി അറിയിച്ചു. ഇന്നലെ പിണങ്ങി പോയിട്ട് ഇതുവരെയായിട്ടും മടങ്ങി എത്തിയില്ലല്ലോ. ഞാനാണെങ്കിൽ
ദേഷ്യപ്പെട്ട് പലപ്പോഴും ഈ ഒരു ശീലം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അവനെ താക്കീത് ചെയ്താ ഇത് നമ്മുടെ കുടുംബം തകർക്കുമെന്ന്. പക്ഷെ അവൻ അതൊന്നും കേട്ടില്ല. അവനിപ്പോ എല്ലാവരോടും വാശിയാ, എന്നോടും ഒരു വാശി തന്നെയാ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടെന്ന സച്ചി പറഞ്ഞു, അതെ, അവൻ ഏറ്റവും കൂടുതൽ വാശിയുള്ളത് എന്നോടാ. ഞാൻ വേണ്ട രീതിയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നതാണ് അവന്റെ കണ്ണിലെ എന്റെ മേലുള്ള കുറ്റം. എന്നെ പലപ്പോഴും അവൻ കുറ്റപ്പെടുത്താറുമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടുനിന്ന ആതിര പറഞ്ഞു, അതെ, പല സമയത്തും സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തിയാ സന്ദീപ് സംസാരിക്കാറുള്ളത് എന്ന് പറഞ്ഞു. എല്ലാം കേട്ടതും സച്ചി പറഞ്ഞു, ഞാൻ മനഃപൂർവ്വമല്ല. അന്നത്തെ ആ വക്കീല് നമ്മളെ ചതിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ. അയാൾ നമ്മളെ ചതിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ലോ എന്ന് പറഞ്ഞ് സച്ചി തന്റെ അവസ്ഥയെക്കുറിച്ച് താൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല എന്ന് എല്ലാവരോടുമായി അറിയിച്ചു. എന്തായാലും ഇനിയുള്ള സമയങ്ങൾ നമുക്ക് നമ്മുടെ കേസ് ഇനിയുള്ള തവണ നമുക്ക് നമ്മുടെ കേസ് നമ്മുടെ ഭാഗം മാത്രം മനസ്സിലാക്കുന്ന ഒരു വക്കീലാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ തവണ കേസ് നമുക്ക് അനുകൂലമാവും, അത് യാതൊരു സംശയവുമില്ല എന്ന് സച്ചി പറയുന്നു. എന്തായാലും നീ സമാധാനപ്പെട്, അവൻ വരുമ്പോൾ അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് സച്ചി അകത്തേക്ക് പോയി. ആതിരാകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തി കമലമ്മ ആതിരയെ ആശ്വസിപ്പിച്ചു. മോള് വിഷമിക്കാതെ, അവൻ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സച്ചി അവനോട് സംസാരിച്ചോളും. മോള് തൽക്കാലം വന്ന് കിടക്ക് എന്ന് പറഞ്ഞ് ആതിരയും വിളിച്ചുകൊണ്ട് കമലമ്മ അകത്തേക്ക് പോന്നു. അപ്പോഴാണ് ഗോകുല് അവിടെ രാജീവിനെ സ്പോഞ്ച് ബാത്ത് ചെയ്യാനായി റൂമിലേക്ക് എത്തിയത്. ആകെ വിഷമിച്ചിരിക്കുന്ന രാജീവിനെ കണ്ട് ഗോകുല് ചോദിച്ചു, എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? അപ്പോഴേക്കും പൂർണ്ണമായി സംസാരിക്കാൻ പറ്റാത്ത രാജീവ് ഒരു വിധത്തിൽ ശിശിര എന്ന് പറഞ്ഞപ്പോ, ഓ, ശിശിരയുടെ കാര്യമാണോ? അവള് പോയത് കണ്ടു അല്ലേ? അവള് അങ്ങനെയാ, അവളുടെ സ്വഭാവം അങ്ങനെയാ, അതറിയാവല്ലോ. എന്തായാലും അവൾക്ക് മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ അവൾക്ക് സ്നേഹക്കുറവുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. ഇതുപോലെയുള്ള ജോലികൾ ചെയ്യാൻ അവൾക്ക് ഭയങ്കര മടിയാ. അവൾക്ക് പണ്ടേ അങ്ങനെയാണ് അവളുടെ സ്വഭാവം. ഒന്നുമല്ലെങ്കിലും അവൾ എന്റെ അനുജത്തിയല്ലേ, അളിയന്റെ ഭാര്യയായിട്ട് കുറച്ച് നാളായുള്ളൂ. അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയത്തില്ലേ, അവളെന്റെ സഹോദരിയല്ലേ, അതുകൊണ്ട് അതൊന്നും അളിയൻ കാര്യമാക്കേണ്ടതില്ല. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അർച്ചന അവിടേക്ക് എത്തി. ഉടനെ എന്തു പറ്റി രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ രാജീവിന്റെ സങ്കടം കണ്ടിട്ട് ഗൂഗിൾ പറഞ്ഞു, അതെ, ശിശിര രാജീവിന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നതിന്റെ വിശ്രമത്തിലാണ് ആള്. അല്ലെങ്കിലും ശിശിരയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് ഞാൻ പറയുകയായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം അവൾ ഈ വീട്ടിലേക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. അവൾക്ക് എപ്പോഴും ഫോണിൽ കുത്തി നടക്കണം, കറങ്ങി നടക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയാ. ജോലി ചെയ്യുക എന്നത് പോലും അവളെ സംബന്ധിച്ച് വലിയൊരു പെടാപ്പാട് തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട രാജീവ്. എന്തായാലും രാജീവിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് രാജീവിന്റെ ദേഹം മുഴുവൻ ആ സ്പോഞ്ച് വെള്ളത്തിൽ പതിയെ മുക്കി ദേഹമെല്ലാം ആ ടബിൽ വെച്ച് തുടയ്ക്കുന്നത് കണ്ടപ്പോൾ രാജീവ് ചൂടെടുക്കുന്നുണ്ടോ എന്നൊക്കെ ഗോകുൽ വളരെ കെയർ ചെയ്ത് തന്നെ ചെയ്തു. രാജീവിനോടുള്ള ഗോകുലിന്റെ സമീപനവും അർച്ചനയുടെ സമീപനവും ഒക്കെ കണ്ട് രാജീവിന്റെ കണ്ണുകൾ നിറഞ്ഞു. താൻ ദ്രോഹിച്ചവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുള്ളവരാണല്ലോ ഇവർ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രാജീവ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ, ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാരാണെന്നും നമ്മുടെ യഥാർത്ഥ മിത്രങ്ങളും യഥാർത്ഥ ശത്രുക്കളും ആരൊക്കെയാണെന്നും ഇതുപോലൊരു വീഴ്ച വരുന്ന സമയത്താണ് നമ്മൾ തിരിച്ചറിയുക. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് രാജീവ് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അർച്ചന രാജീവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോകുല് പറഞ്ഞു, അതെ, താനൊരു കാര്യം ചെയ്യേ, ഞങ്ങളുടെ ഈ മൂടൊക്കെ മാറാനായിട്ടേ താൻ ഒരു ഗ്ലാസ് ചായ ഇട്ടുകൊണ്ട് വന്നേ. അതെ, താൻ സാധാരണ ചായ അല്ല കേട്ടോ, തൻ്റെ ആ സ്പെഷ്യൽ ചായ 2 ഗ്ലാസ് ഇങ്ങി പോരട്ടെ, അപ്പൊ ഈ പ്രശ്നമൊക്കെ അങ്ങ് മാറി നല്ല ഉഷാറാകും എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അർച്ചന ചായ ഇടാനേ നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോഴാണ് സച്ചിയും ആരതി വർമ്മയുമായിട്ട് നേരെ കോടതിയിലേക്ക് എത്തിയത്. അവിടെ കോടതിയിലെ ആരതി ഇറക്കിയതിന് ശേഷം സച്ചി പോകാൻ തുടങ്ങുമ്പോൾ വൈകുന്നേര സമയത്ത് ഞാൻ ഇവിടെ വന്നാൽ മതിയല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ, മതി, കോർട്ട് കഴിയുമ്പോഴേക്കും സച്ചി ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഉണ്ടാവും വക്കീലെ എന്ന് പറഞ്ഞ് സച്ചി വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഉടനെ ആരതി പറഞ്ഞു, സച്ചി 1 മിനിറ്റ്. ഉടനെ സച്ചി വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആരതിയുടെ അരികിലേക്ക് ഇരുന്നു. എന്താ വക്കീലെ എന്ന് ചോദിച്ചപ്പോൾ ആരതി പറഞ്ഞു, വക്കീലെ, സച്ചി, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എനിക്ക് ഇന്ന് വൈകുന്നേരം അത്യാവശ്യമായിട്ട് കൊല്ലം വരെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. സച്ചി കൂടി എൻ്റെ ഒപ്പം വരികയാണെങ്കിൽ അതെനിക്കൊരു കൂട്ടാവും. സച്ചിയോടൊപ്പം എനിക്ക് പോകുന്നതിലും ബുദ്ധിമുട്ടില്ല. മറ്റാരെങ്കിലും കൂടെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. മാത്രമല്ല ഒരു ദിവസം ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, ഒരു കേസിന്റെ കാര്യത്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അതിനെന്താ, നമുക്ക് പോകാൻ വക്കീലേ. അല്ല, എൻ്റെ കൂടെ വരുന്നതിന് വക്കീലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സച്ചിയോട് ആരതി പറഞ്ഞു, ഏയ്, എന്ത് ബുദ്ധിമുട്ട്? സച്ചിയോടൊപ്പം ഏത് പാതിരാത്രിയിൽ വരുന്നതിനും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം എനിക്കറിയാം സച്ചിയുടെ മനസ്സ് മുഴുവൻ അർച്ചനയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്ന്. സത്യത്തിൽ സച്ചിയുടെ സ്ഥാനത്ത് മറ്റേതൊരു പുരുഷനാണെങ്കിലും ഭാര്യയോ അല്ലെങ്കിൽ കാമുകിയോ ആരോ ആയിക്കോട്ടെ, അവർക്ക് പ്രിയപ്പെട്ട ഏത് സ്ത്രീ ജന്മമാണെങ്കിലും അവരെ ഒരു പരിധി വരെ അവർ ഓർക്കും. അതിനുശേഷം 1-2 മാസം അതിലപ്പുറത്തേക്ക് അവരുടെ കാത്തിരിപ്പ് നീളില്ല. അവർ പിന്നെ അവരെ തന്നെ എന്നേക്കുമായി മറന്ന് അവർ പുതിയ ജീവിതം തേടിപ്പോവും. എന്നാൽ ആ സ്ഥാനത്ത് ഞാൻ കണ്ട ഒരു വ്യത്യസ്തനായ ഒരാളാണ് സച്ചി.
സച്ചി ഇപ്പോഴും തന്റെ അർച്ചനയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. സച്ചിയുടെ അടുത്തേക്ക് ഏതൊരു പെണ്ണും അമിതമായ സ്വാതന്ത്ര്യം എടുത്താൽ സച്ചിയോട് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് അവർ സ്വാതന്ത്ര്യം എടുക്കുന്നുവെന്ന് സച്ചിക്ക് തോന്നിയാൽ സച്ചി അവിടെ വെച്ച് അവരുമായിട്ടുള്ള സൗഹൃദം സ്റ്റോപ്പ് ചെയ്യും. അതെനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ സച്ചിയുടെ ഭാഗത്തു നിന്ന് ഒരു മോശമായ ഇടപെടലും ഉണ്ടാവില്ലെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ആദരിക്കണം, എങ്ങനെ പെരുമാറണം അവരോട് എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന അങ്ങനെ ബോധ്യമുള്ള ഒരാളാണ് സച്ചി എന്ന് എനിക്ക് സച്ചിയുമായിട്ടുള്ള ഇത്രയും നാളത്തെ അനുഭവം വെച്ച് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സച്ചിയോടൊപ്പം വരുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ആരതി സച്ചിയോട് അറിയിച്ചു. ആരതിയുടെ മനസ്സിൽ സച്ചിയോട് പോലും അറിയാതെ ഒരു പ്രണയം ആരതിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സത്യം മറച്ചു വെച്ചുകൊണ്ട് സച്ചിയോട് അങ്ങനെ പറയാതെ പറയുകയാണ് ആരതി കാര്യങ്ങളെല്ലാം. എല്ലാം കേട്ട് കഴിഞ്ഞാലും സച്ചി പറഞ്ഞു, അതിനെന്താ വക്കീലെ, വക്കീലിന്റെ കൂടെ കൂട്ടുവരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പോൾ വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞ് സച്ചി ആരതിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും ഗോകുല് രാജീവിനെ ഫ്രഷാക്കി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരനാക്കി മുടിയൊക്കെ ചീകി ഇപ്പൊ സുന്ദരനായില്ലേ നോക്കി എന്ന് പറഞ്ഞ് ഒരു കണ്ണാടി എടുത്ത് കാണിച്ച് അതിനകത്ത് രാജീവ് സ്വയം നോക്കി ശരിയാ സുന്ദരനായി എന്ന് തല കുലിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചായയുമായിട്ട് അർച്ചന അവിടേക്ക് എത്തിയത്. ചായ റെഡി എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ചായ കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ചു കുടിക്കുന്നതിനിടയിൽ രാജീവിൻ പെട്ടെന്ന് നിലത്തേക്ക് വീഴുന്ന പോലെ ഒന്ന് ചെരിഞ്ഞു പോകുന്നത് കണ്ടു. വേഗം ഓടി വന്ന് അർച്ചനയും ഗോകുലും കൂടി രാജീവിനെ താങ്ങി നിർത്തി. എന്നിട്ട് അയ്യോ ഇതെന്താ ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ മിടുക്കനായിട്ടിരിക്കണേ എന്ന് പറഞ്ഞ് രാജീവിനുള്ള ചായ ഗോകുൽ തന്നെ രാജീവിനെ കുടിപ്പിക്കണം. ഇത് കുടിക്കുന്നതിനിടയിൽ രാജീവിന്റെ മനസ്സ് ചിന്തിച്ചു, ഞാൻ എത്രത്തോളം ദ്രോഹം ചെയ്ത രണ്ടുപേരെയും. ഗോകുല് എത്രത്തോളമാണ് സമൃദ്ധിയെ സ്നേഹിക്കുന്നത്, അത്രമേൽ ആഴ്ത്തി സ്നേഹിക്കുന്ന ഇവരെ രണ്ടുപേരെയും ഞാൻ പിരിക്കേണ്ടി വരുമല്ലോ. സത്യങ്ങൾ എനിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇവരെ രണ്ടുപേരെയും എനിക്ക് പിരിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് രാജീവ് ആകെ വിഷമിച്ചു. പെട്ടെന്ന് രാജീവ് മനസ്സിൽ പറഞ്ഞു, ഇല്ല, സത്യങ്ങൾ ഇനി അഥവാ പുറത്തു വരുന്ന സാഹചര്യം വന്നാൽ ഒരിക്കലും എന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇവരെ രണ്ടുപേരെയും ഞാനായിട്ട് ഒരിക്കലും പിരിക്കില്ല. ഇവരെന്നും ഒന്നിച്ച് ജീവിക്കണം. അവരങ്ങനെ തന്നെ ജീവിക്കട്ടെ. ഇവരുടെ സന്തോഷം ഞാനായിട്ട് ഒരിക്കലും ഇല്ലാതാക്കില്ല എന്ന് രാജീവ് മനസ്സിൽ തീരുമാനത്തിലെത്തി. അങ്ങനെ രാജീവ് ചായ കുടിച്ചങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശിശിര തിരിച്ച് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് എത്തി. പിന്നീട് രാജീവിന് വന്ന് ചന്ദനമൊക്കെ ഇട്ടുകൊടുത്ത് രാജീവിനോട് താൻ ക്ഷേത്രത്തിൽ പോയ വിശേഷങ്ങളും അവന്തികയെ കണ്ട കാര്യവും അവന്തിക തനിക്ക് തന്ന ഗിഫ്റ്റിനെ കുറിച്ചുമൊക്കെ വളരെ വാചാലയായി സംസാരിക്കുമ്പോൾ രാജീവ് അവന്തിക തന്റെ മേൽ പിടിമുറുക്കാനായി ശിശിരയെ കയ്യിലെടുത്ത് തുടങ്ങിയല്ലോ എന്ന സത്യം രാജീവ് വേദനയോടെ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് രാവിലെ അപ്രതീക്ഷിതമായിട്ട് രാജീവിനെ കാണുവാനായിട്ട് ഒരു അതിഥി എത്തുകയാണ്. അർച്ചന വാതിൽ തുറന്നതും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്ന അർച്ചന അതിശയപ്പെട്ടു. തന്റെ പുതിയ സുഹൃത്ത്, താനിപ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്ന തന്റെ ഒരു സുഹൃത്തായി താൻ കരുതിയിരിക്കുന്ന അവന്തികയാണ് പുഞ്ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത്. അർച്ചന തന്റെ ഏറ്റവും വലിയ ബദ്ധശത്രുവായിരുന്ന അവന്തികയോട് ഇപ്പോൾ ഒരു സൗഹൃദം സ്ഥാപിച്ച ആ സാഹചര്യത്തിൽ അവന്തിക അർച്ചനയെ കയ്യിലെടുക്കുന്ന മാക്സിമം ശ്രമവും നടത്തുകയായിരുന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന അവന്തികയെ വളരെ സ്നേഹത്തോടെ അർച്ചന സ്വീകരിച്ചു. അപ്പോഴാണ് രാജീവിനെ കുറിച്ച് അന്വേഷിച്ചത്. രാജീവ് റൂമിലുണ്ടെന്നും രാജീവിനെ കാണാമെന്നും പറഞ്ഞ് അർച്ചന രാജീവിന്റെ അരികിലേക്ക് അവന്തികയെ കൂട്ടിക്കൊണ്ടു പോന്നു. രാജീവിനെ കാണാനായിട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവന്തികയോട് അവിടെ ഇരുന്ന് സംസാരിച്ചോളാം എന്നറിയിച്ച് നിങ്ങൾക്ക് ചായ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന വേഗം ചായ എടുക്കാനായി താഴേക്ക് പോകുമ്പോൾ അവന്തിക രാജീവിനെ നേരെ തിരിഞ്ഞു. രാജീവ്, ഞാൻ വന്നത് എന്തിനാണ് തനിക്കറിയാവല്ലോ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. രാജീവിന് എല്ലാ സത്യങ്ങളും അറിയാവല്ലോ. ഇപ്പൊ ഇവിടെ നിന്ന് പോയത് അർച്ചനയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇനി രാജീവിന് സംസാരശേഷി തിരിച്ചു കിട്ടിയാൽ ഇത് അർച്ചനയാണെന്നും അവളുടെ ബദ്ധശത്രു ഞാനായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ രാജീവിന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. അങ്ങനെ രാജീവിന്റെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വന്നാൽ പിന്നെ ഈ കിടപ്പിൽ തന്നെ രാജീവിനെ ഞാൻ തന്നെ അങ്ങ് തീർത്തു കളയും. അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോ അതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവുന്നത് നന്നായിരിക്കുമെന്ന് അവന്തിക രാജീവിനെ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും അർച്ചന ചായയുമായി അവിടേക്ക് എത്തി. സന്തോഷത്തോടെ അവന്തികയ്ക്ക് ചായ കൊടുക്കുന്ന അർച്ചനയെയും അവന്തികയെയും മാറി മാറി ഭയത്തോടെ നോക്കി നിൽക്കുകയാണ് രാജീവ്.